ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് ഉപകരിക്കുവാൻ സത്യസന്ധത എന്നുള്ള ഷർത്ത്. എങ്ങനെയുള്ള സത്യസന്ധത? അസ്സിദ്ഖുൽ മുനാഫി ലിൽ കദ്ബ്, കളവിനെ നിരാകരിക്കും വിധമുള്ളതായ സത്യസന്ധത അത് ഉണ്ടായിരിക്കണം. അതില്ല എങ്കിൽ കപടവിശ്വാസികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതുപോലെ. എന്താ കപടവിശ്വാസികളുടെ വിഷയത്തിൽ നമ്മൾ ഖുർആനിൽ വായിക്കണത്? ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. എന്താ? ഇദാ ജാഅകൽ മുനാഫിഖൂൻ, മുനാഫിഖീങ്ങൾ പ്രവാചകരെ നിങ്ങളുടെ അടുക്കൽ വന്നാൽ ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്, അവർ പറയും അള്ളാഹു ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലാണ് എന്ന്. വല്ലാഹു യഅലമു ഇന്നക ലറസൂലു, നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലാണ് എന്നുള്ളത് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. വല്ലാഹു യശ്ഹദു, അള്ളാഹു അങ്ങനെയുള്ള അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു ഇന്നൽ മുനാഫിഖൂന ലകാദിബൂൻ, കപടവിശ്വാസികൾ വ്യാജവാദികളാണ് എന്ന്. അവിടെ എന്താ? കപടവിശ്വാസികളുടെ സാക്ഷ്യത്തെ അള്ളാഹു കളവാക്കി. അവർ ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞിട്ടും അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞത് ഖാദിബൂൻ എന്നാണ്, സാദിഖൂൻ എന്നല്ല, ഖാദിബൂൻ എന്നാണ്. കാരണം എന്താ? അവർ ആ പറഞ്ഞ ഷഹാദത്ത് ഉണ്ടല്ലോ, അവരാ പറഞ്ഞ ഷഹാദത്ത് അത് സിദ്ഖം മിൻ ഖൽബിഹി, അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് സത്യസന്ധമായി വന്നതല്ല, പിന്നെ അവരുടെ നാവിൻ തുമ്പിൽ നിന്ന് വന്ന ഷഹാദത്താണ്. ഷഹാദത്ത് അത് ഖൽബിൽ തട്ടി സത്യസന്ധമായിട്ടായിരിക്കണം ഉണ്ടാകേണ്ടത്. അതില്ല എങ്കിൽ അത് വ്യാജമാണ്, കളവാണ്. അപ്പോൾ കപടവിശ്വാസികളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊരിക്കലും ഉപകരിക്കുകയില്ല. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതുകൊണ്ട് യാതൊരു ഫലവുമില്ല.